ഒന്ന് തുടങ്ങി വെക്കാൻ വേണ്ടി എൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് ഈ അമ്മയ്ക്ക് 4 ലക്ഷം രൂപ. വളരെ നന്ദി. പക്ഷെ അങ്ങനെ എല്ലാവരും വന്നാൽ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പം ഞാൻ 4 വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വാക്ക് കൊടുത്ത 3-4 വീടിൻ്റെ ഉണ്ട്. അതിന് മേലെയാണ് ഇത്. എല്ലാവരും വന്നാൽ എനിക്ക് പറ്റില്ല. ഇത് കാരണം നിങ്ങളിത് മറ്റമ്മമാർക്കോ പെൺമക്കൾക്കോ അവരുടെ മാനം സംരക്ഷിക്കുന്നതിനുള്ള കൂരയ്ക്ക് വേണ്ടിയുള്ള കേരളത്തിന്റെ സമരമാവണം PMAY സമരം. ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വളരെ നന്ദിയുണ്ട്. തുടങ്ങി വെച്ചാൽ ഇത് മറ്റേ ഞങ്ങൾ ഏറ്റു നടത്തിക്കോളാം. റവന്യൂ ഡോക്യുമെന്റ് മുഴുവൻ പിക്ക് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ തിങ്കളാഴ്ച കാശിടും. 4 ലക്ഷം രൂപ ഇടും. വളരെ നന്ദി. വളരെ നന്ദി. സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ നിന്ന് പണിഞ്ഞ് കൂലി വാങ്ങാതെ പണിഞ്ഞാൽ മാത്രമാണ് ഇത് ആ തുകയ്ക്ക് ഈ അമ്മയ്ക്ക് ഒരു മുറിയും 1-2 മുറിയും അടുക്കളയും ഒരു വിരുന്നുകാർ 2 പേര് വന്നാൽ ഇരുത്താനുള്ള ഒരു മുറിയും തീരൂ, ടോയ്ലറ്റ് അടക്കം. നിങ്ങൾക്ക് ഒരു വീട് പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരം PMAY, മോദി അല്ല, മോദിയുടെ പേര് പ്രധാനമന്ത്രി ആവാസ് യോജന. കേരളത്തിന്റെ 2.25 ലക്ഷവും കേന്ദ്രത്തിന്റെ 1.25 ലക്ഷവും ചേർന്ന് 4 ലക്ഷം രൂപയ്ക്കുള്ള വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് അങ്ങനെ PMAY എന്ന വീട്ടിൽ മഞ്ഞ പെയിന്റ് അടിച്ച് കറുത്ത അക്ഷരത്തിൽ എഴുതി വെക്കുന്നത് കൊണ്ട് ഈ വീട് കിട്ടുന്നവർക്കെല്ലാം കുറച്ചിലാണ്. ഞങ്ങൾക്ക് ആ വീട് വേണ്ടെന്ന് ജനങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പദ്ധതി വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പ് സെക്രട്ടറി ഷർമിള മേരി ജോസഫും എന്നോട് നേരിട്ട് പറഞ്ഞത്. സാക്ഷികളെന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും അത് കഴിഞ്ഞ് പിന്നെ കേന്ദ്ര മന്ത്രി ശ്രീ മനോഹർ ലാൽ ഖട്ടറുമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തും കൂടിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഈ PMAY എന്ന് എഴുതി വെക്കുന്നത് കൊണ്ട് ഈ വീട് കിട്ടുന്നവർക്ക് കുറച്ചിലുണ്ടോ? ഒച്ചത്തി പറയൂ. ഇല്ല, ഇല്ല. ഇതാണ് RRTS, റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ ആണ്. അങ്ങനെ വന്നാൽ എല്ലാ 12-13 കിലോമീറ്ററിലും നമുക്കൊരു ചെറിയ സ്റ്റേഷനും കിട്ടും. അത് കോസ്റ്റൽ ലൈനിലൂടെ അങ്കമാലി വരെ മെട്രോയായും അതിലിപ്പം നെടുമ്പാശ്ശേരി വരെയുള്ളത് സാങ്ഷൻ ആയിട്ടുണ്ട്. മെട്രോ ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി വരെ സാങ്ഷൻ ആയിട്ടുണ്ട്. അത് വരും. അത് അങ്കമാലി വരെ കൊണ്ടുവന്നിട്ട് അത് ചാലക്കുടിയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് വന്ന് തൃപ്രയാർ ചേറ്റുവ വഴി ഗുരുവായൂർ, പൊന്നാനി, തിരൂർ അങ്ങനെ ഒരു ലൈൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്.